ഇപ്പം എല്ലാവരോടും ചോദിച്ചാലും ഓരോരുത്തർക്ക് അവരെ ഇൻസ്പയർ ചെയ്ത ഡയറക്ടേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ സിനിമകളുണ്ടാവും. അങ്ങനെ ഏതാണ് താങ്കളെ എനിക്ക് ഇൻസ്പയർ ലോഹി സാറും ശ്രീനിവാസൻ സാറിനെയാണ് എനിക്ക് ഏറ്റവും എനിക്ക് വ്യക്തിപരമായിട്ട് ഭയങ്കര ഇഷ്ടമുള്ളത്. പിന്നെ എം ടി വാസുദേവൻ നായർ എന്ന് പറയുന്ന മനുഷ്യനോടൊരു വല്ലാത്തൊരു അതായത് ഒരു ആരാധനയുണ്ട്. അതായത് ഒന്നുമില്ലായ്മയിൽ നിന്നാണല്ലോ ഈ എഴുതി കൂട്ടുന്നത്. അതെ, അത് അത് ഭയങ്കര പ്രയാസമുള്ള കാര്യം. ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് അങ്ങനെ ഒരാളില്ല. പൂർണ്ണമായും ഭാവനയിൽ നിന്ന് കഥയും കഥാപാത്രങ്ങളെയും സൃഷ്ടിക്കാൻ ഇല്ലാത്തൊരു കാര്യത്തെ സൃഷ്ടിച്ചുകൊണ്ട് വരാൻ ശേഷിയുള്ള ആരെങ്കിലും ഒന്നുണ്ടോ എനിക്കറിയത്തില്ല. അത്തരം നമ്മൾ കണ്ടിട്ടുള്ള പല കഥകളും എവിടെങ്കിലുമൊക്കെ നടന്നതിനെ അല്ലെങ്കിൽ നടന്ന സംഭവങ്ങളിൽ നിന്ന് സൃഷ്ടിച്ച് റിയലായിട്ട് നിൽക്കുന്ന കഥകളാണല്ലോ ഇപ്പോൾ ഈ പറയുന്നത്. അല്ലാതെ അപ്പോൾ ഇപ്പം വടക്കം വീരഗാഥയിലെ ചന്തു നമ്മൾ കേട്ട കഥകളിൽ വില്ലനാണ്. വില്ലനായ ചന്തുവിനെ ഹീറോയാക്കി മറ്റൊരു വേർഷനിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാം ഊഴം എടുക്കുമ്പം ഭീമൻ നായകനായി സ്വയം ചിന്തിച്ച് നോക്കി കാണുകയാണ്. ഞാനായിരുന്നല്ലോ എല്ലാം, എന്നിലൂടെ ആയിരുന്നല്ലോ എല്ലാം നേടിയെടുത്തത്. അപ്പം എല്ലായിടത്തും പക്ഷേ ഞാൻ രണ്ടാം സ്ഥാനക്കാരനായി അതായത് ഭീമൻ്റെ മനസ്സിലൂടെ ഇതിൻ്റെ ഒരു ചെറിയ സാധനമാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞെടുത്തത് അരമേൽ. അതായത് എന്ത് നടക്കുമ്പോഴും ഒരാളുടെ ഉള്ളിലേക്ക് കയറി അയാളിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ അയാൾ ഹീറോയാണ്. അതുപോലെ തന്നെ മറ്റു സിനിമകളൊക്കെ എടുത്താലും ഭാവന സങ്കല്പങ്ങളിൽ അത്ഭുതം തീർക്കുന്ന മനുഷ്യനാണ് എം ടി സാർ. അതുകൊണ്ട് വല്ലാത്തൊരു ആരാധനയാണ്. അതേസമയം ആരെങ്കിലെയൊക്കെ പോലെ ആകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും എത്താൻ പറ്റില്ലെങ്കിലും ഈ പറഞ്ഞ ലോഹി സാറ് ഇത് എന്തൊരു വൈകാരികമായിട്ടാണ് സിനിമകളെ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഇത്രയേറെ പെടച്ചിലോടുകൂടി, അതായത് ഒരു കഥാപാത്രങ്ങളുടെ ഒരു 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 നമ്മൾ അവരായിട്ടൊന്നും ഒരു നിമിഷം ചിന്തിച്ചാലുണ്ടല്ലോ എന്തൊരു പെടച്ചിലായിരിക്കും. പല കഥാപാത്രങ്ങളും ഹെവിയാണ് അദ്ദേഹത്തിന്റെ. വല്ലാത്ത മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന കഥാപാത്രങ്ങളാണ്. ഇപ്പം ചെങ്കോലിലെ സേതുമാധവൻ്റെ ഒരു അച്ഛൻ്റെ മാനസികാവസ്ഥ, അതായത് സ്വന്തം മകളെ കൂട്ടിക്കൊടുത്തിട്ട് ഇറങ്ങി വരുമ്പോൾ അത് മകൻ്റെ മുന്നിലായി പോയി എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് അയാൾ ആത്മഹത്യ ചെയ്യും. അയാൾ എത്ര വലിയ പോലീസ് ഓഫീസറാണെന്ന് പറഞ്ഞാലോ ആരാണെന്ന് പറഞ്ഞാലോ അയാൾക്ക് പിന്നീട് ജീവിച്ചിരിക്കാൻ പറ്റില്ല. ചെങ്കോലെന്ന് പറയുന്ന സിനിമ ഉണ്ടായതിനെക്കുറിച്ച് ലോഹി സാറ് പറയുന്നുണ്ട്. കിരീടം കഴിഞ്ഞ് പുള്ളി യാത്ര ചെയ്യുന്ന സമയത്ത് ഏതോ ജയിലിലോ മറ്റോ പോയിട്ട് വരുന്ന സമയത്ത് അദ്ദേഹം വെറുതെ ചിന്തിക്കുന്നു, സേതുമാധവൻ ഇപ്പോൾ ജയിലിൽ കിടക്കുമായിരിക്കുമല്ലോ, എത്രയോ സ്വപ്നങ്ങളുണ്ടായിരുന്ന SI ആവാൻ ആഗ്രഹിച്ച എന്തായിരിക്കും അവൻ്റെ ജീവിതം, അവൻ്റെ അച്ഛൻ്റെ ജീവിതം. അങ്ങനെയാണ് സെക്കൻഡ് പാർട്ട് ഉണ്ടാകുന്നത്. അല്ലാതെ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പാർട്ട് ഹിറ്റായി എന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി ഒരു കഥ തട്ടിക്കൂട്ടി ഉണ്ടാക്കി പ്രേക്ഷകരെ വിഡ്ഢിയാക്കുന്ന വിവരക്കേടല്ല ഒരു സിനിമയുടെ രണ്ടാം ഭാഗം എന്ന് പറയുന്നത്. അത് കഥാകൃത്തിൻ്റെ ഉള്ളിൽ കിടന്ന് തിളയ്ക്കുന്ന ഒരു വെമ്പലിൽ നിന്ന് ആ കഥാപാത്രങ്ങൾ പുറത്തേക്ക് ചാടുകയാണ്. വേദനയിൽ നിന്ന് ഈ കഥാപാത്രങ്ങൾ സേതുമാധവനോട് പുറത്തേക്ക് വന്നേ പറ്റൂ. ചെങ്കോൽ കുറച്ചും കൂടെ വൈകാരികമായിട്ട് നമ്മളെ പിടിച്ചു കുലുക്കും. തിയേറ്ററിലെ പടം കിരീടത്തെക്കാട്ടി പരാജയമായിരുന്നെങ്കിലും ചെങ്കോലിൻ്റെ വല്ലാത്ത വേദന നമുക്ക് സമ്മാനിക്കുന്ന പടമാണ്. അങ്ങനെ ഞാൻ പറയും, കൗരവർ എന്ന് പറയുന്ന സിനിമയിൽ ഈ കൗരവർ എന്തൊരു ഇൻ്റർനാഷണൽ തോട്ടാണ്. ഇന്നൊരു ഹോളിവുഡ് സിനിമ ചെയ്യാൻ പറ്റുമെന്നേ. അതിൽ താൻ കൊല്ലാൻ നടക്കുന്ന ആളുടെ 4 പെമ്മക്കളിൽ ഒരാൾ എൻ്റെ മകളാണെന്ന് തിരിച്ചറിയുന്ന ആൻ്റണിയുടെ ഒരൊറ്റ നിമിഷത്തെ വൈകാരികമായിട്ടുള്ളൊരവസ്ഥ, അതുവരെ തൻ്റെ ഒപ്പം നിന്ന് എല്ലാവരെയും തള്ളിപ്പറഞ്ഞ് ശിക്ഷകനാകാൻ പോകേണ്ട ആൾ രക്ഷകനാകെ വരുന്നത് ഈ ഒറ്റ വരിയിലിരിക്കുകയാണ് കൗരവർ എന്നൊരു സിനിമ. ഇന്നും കൗരവർ നമുക്ക് അതേ തലത്തിൽ ആസ്വദിക്കാൻ പറ്റും. അതായത് കൗരവർ പോലെ, അതായത് എനിക്ക് ചോദിച്ചാൽ ലോഹി സാറിൻ്റെ ഏറ്റവും ബെസ്റ്റ് സ്ക്രിപ്റ്റ് കൗരവറാണ്. ഏറ്റവും ബെസ്റ്റ് സ്ക്രിപ്റ്റ്. അത് ഒരു മാസ് ആക്ഷൻ മൂവി പോലെ അവർ ചെയ്തെങ്കിലും അതിൻ്റെ ആ കോറിലടങ്ങിയിരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ ഞാൻ പറഞ്ഞ, അതായത് ആ ആൻ്റണിയുടെ ഒരു പെയിൻ അത് തിരിച്ചറിയാതെ അയാൾക്ക് മാവെ തള്ളി പറയാൻ പറ്റുമോ? അതുവരെ തൻ്റെ ഒപ്പം ജയിലിൽ കിടന്ന കൂട്ടുകാരെ തള്ളി പറയാൻ പറ്റുമോ? ഇയാളുടെ എന്തൊരു മാനസികാവസ്ഥ ഇയാൾക്ക്, എന്തൊരു കഥാപാത്രമാണ് അത് സത്യം പറഞ്ഞാൽ. അങ്ങനെയെല്ലാം അതുപോലെ ഇപ്പം ഈ സമൂഹത്തിൽ നിന്ന് നോക്കിക്കണ്ട് ആക്ഷേപഹാസ്യ രൂപേണ തിരക്കഥകളുണ്ടാക്കി ഭയങ്കരമായ രീതിയിൽ പ്രേക്ഷകരെയും സമൂഹത്തെയും ഒരേപോലെ പരിഹസിച്ചുകൊണ്ടും എന്നാൽ തന്തയ്ക്ക് വിളിച്ചാലും നമുക്ക് വെറുപ്പ് തോന്നാത്ത രീതിയിലുള്ള വിമർശനങ്ങളെ രസകരമായി അവതരിപ്പിക്കാൻ ശ്രീനി സാറിൻ്റെ അപാരമായ ഒരു കഴിവ്. അപ്പോൾ ഇത് രണ്ടും, അതായത് അതാ ഞാൻ പറഞ്ഞത്, ഈ രണ്ടിലും ഭയങ്കരമായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള അത്തരം റൈറ്റേഴ്സ് ബാക്കി എല്ലാവരും ഒക്കെ എന്ന് പറയുന്നത് സിനിമയെ കുറച്ചുകൂടെ ഒരു ബിസിനസ് ലെവലിൽ കണ്ട് സിനിമ എന്ന് പറയുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ കൊടുത്തവരാണ്. ഇവരുടെ സിനിമകൾ ആസ്വദിക്കാനും പറ്റും, അതേസമയം വല്ലാത്ത രീതിയിൽ നമ്മളെ പിടിച്ചുലയ്ക്കാനും പറ്റും. അതാണ് ഈ രണ്ടുപേരിൽ എനിക്ക് ഞാൻ ഒരു ഭയങ്കരമായ
ആരാധനയുള്ള ആൾക്കാരാണ് ഈ രണ്ടുപേരും. ഇപ്പം പറഞ്ഞല്ലോ രണ്ടാം ഭാഗം വരുന്നു എന്നുള്ളത്. ഇപ്പം കിരീടത്തിന് രണ്ടാം ഭാഗം ചെങ്കോൽ വന്ന് അതിൻ്റെതായ തനതായിട്ടുള്ളൊരു വഴി ഉണ്ടായിരുന്നു. അപ്പം അതിൽ എന്നെ ഒരു ആസ്വാദകൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഇൻ ഹരിഹർ നഗർ എന്ന് പറയുന്ന ഒരു സിനിമ, അവിടെ നമ്മൾ കണ്ടത് അതിശക്തമായിട്ടുള്ള ഒരു സൗഹൃദമാണ് അല്ലേ. ഇത്രയും ആൾക്കാർ, ഈ കഥാപാത്രങ്ങൾ ഒന്നിച്ചു നിൽക്കുന്ന സൗഹൃദത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ. പക്ഷെ അതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് വന്നപ്പോഴത്തേക്കും ആ സൗഹൃദത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു കാശിന് വേണ്ടി സിനിമ എടുക്കുന്നതാണ്. അതായത് മറ്റേതെന്ന് പറയുന്നത് കഥാകൃത്തിന് ഈ കഥാപാത്രങ്ങളിൽ ഉള്ളിൽ കിടന്ന് അയാളെ മതിച്ച് അയാളെ ഭ്രാന്ത് പിടിപ്പിച്ച് അത് അയാളുടെ മനസ്സിൽ നിന്ന്, കയ്യിൽ നിന്ന്, പേനയിൽ നിന്ന് ഈ എഴുത്തുകളിലായി മാറുന്ന സമയത്ത് അയാൾ അറിയാതെ സംഭവിച്ചു പോകുന്നതാണ് ഈ രണ്ടാം ഭാഗം എന്ന് പറഞ്ഞാൽ. അയാൾക്കത് രണ്ടാമത് എഴുതിയേ പറ്റൂ. ആ അവസ്ഥ സൃഷ്ടിക്കപ്പെടുകയാണ്. ഇപ്പം റാംജി റാവുവിലും മാന്നാർ മത്തായിക്കും അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഉണ്ട്, അതിൻ്റേതായ. കാരണം അതിന് കഥ പറയേണ്ട ആവശ്യമുണ്ട്. കാരണം എവിടൊക്കെയോ നടന്ന് ഒന്നുമില്ലാതെ നടന്ന 1000 ഗിനാക്കളാൽ കുരുന്നുകൂടും മേഞ്ഞണിഞ്ഞ് മൂന്നും. അപ്പം അവരുടെ സ്വപ്നങ്ങൾ അവരൊരുവിധം നേടിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം അവരുടെ ജീവിതം എന്താണെന്ന് അറിയാൻ പ്രേക്ഷകർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും. അത് മാത്രമല്ല, മഹേന്ദ്രവർമ്മയ്ക്ക് എന്ത് സംഭവിച്ചു നമുക്ക് ഇപ്പോഴും അറിയാൻ ആകാംക്ഷയുണ്ടല്ലോ. അതെ, അപ്പോൾ അതിനൊരു ഒരു ആവശ്യകത ഉണ്ടായിരുന്നു. റാംജി റാവുവിൻ്റെ വരവിനും ഒക്കെ ഒരു രസമുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ അതേസമയം അതിൻ്റെ അടുത്ത പാർട്ട് വന്നപ്പോഴത്തേക്ക് എങ്ങനെ ഫീൽ ചെയ്തു? അതായത് സിനിമയെ രണ്ടാം ഭാഗം എടുക്കുമ്പോൾ അത് കഥയ്ക്ക് ആവശ്യകതമായി എന്ന രീതിയിൽ വരുമ്പം അതിന് ഭയങ്കര നീതി ഉണ്ടാവും. അതേസമയം പൂർണ്ണമായും കച്ചവടവൽക്കരിച്ച് അതിൻ്റെ മാർക്കറ്റിംഗ് സാധ്യതകളെ, അന്ന് ഹിറ്റായി എന്ന് പറയുന്ന ഒരൊറ്റ കാരണത്തെ ബേസ് ചെയ്തിട്ട് ആ ഹിറ്റ് സ്റ്റാറ്റസിനെ എടുത്തു വെച്ച് വിൽക്കാം നമുക്ക്. അതിനു വേണ്ടിയിട്ട് നമുക്കൊരു കഥ ഉണ്ടാക്കാം. അങ്ങനെ ഒരു കഥ ഇവർ ഉണ്ടാക്കുകയാണ്. കഥ ഉണ്ടാവുകയല്ല, കഥ ഉണ്ടാക്കുകയാണ് ഇവിടെ. അങ്ങനെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇത് പരാജയപ്പെട്ടു പോകുന്നത്. ഏച്ച് കെട്ടി മുഴച്ച് വന്ന് ഇത് പരാജയപ്പെട്ടു പോകുന്നതാണ് നമ്മൾ പലതിലും കാണുന്നത്. അപൂർവമായി ഇപ്പോൾ ആട് പോലത്തെ ഒരു സിനിമയുണ്ട്. അത് നമുക്ക് ക്വാളിറ്റി ഫിലിമിൻ്റെ കൂട്ടത്തിലൊന്നും പെടുത്താൻ പറ്റുന്നതൊന്നുമല്ല. പക്ഷേ എന്നാലും ഫസ്റ്റ് പാർട്ട് വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയുടെ ഒരു താല്പര്യാർത്ഥം സെക്കൻഡ് പാർട്ട് ചെയ്യുകയും വിജയിക്കുകയും ചെയ്തിട്ടുള്ള ഈ അപൂർവം സിനിമ, സെക്കൻഡ് പാർട്ടൊക്കെ വന്നിട്ട് ഫസ്റ്റ് പരാജയപ്പെടുകയും സെക്കൻഡ് പാർട്ട് ഒന്ന് വിജയിക്കുകയും ചെയ്തിട്ടുള്ള അപൂർവ സിനിമകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം ഈ സിനിമ ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ആസ്വാദകരുടെ കാര്യത്തിലാണെങ്കിലും സിനിമ ഉണ്ടാക്കുന്നതും സിനിമയുടെ പല മേഖലകളിലും ഇപ്പം നമ്മൾ പറയും കോണ്ടന്റ് ഇസ് ദ കിങ് എന്ന് പറയും. ഇപ്പം നിങ്ങൾ ഏത് നായകനോ നായികയോ പുതുമുഖങ്ങളോ ആരോ ആയിക്കോട്ടെ, കോണ്ടന്റ് നല്ലതാണെങ്കിൽ സിനിമ നന്നാവും. മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മലയാള സിനിമയിലും മലയാള സിനിമ പ്രേക്ഷകരുടെ ആസ്വാദന തലത്തിലുമെല്ലാം. പക്ഷേ ഇപ്പോഴും ഈ ഒരു മാറ്റം തിരിച്ചറിയാത്ത ഒരു കൂട്ടം ആൾക്കാർ ഇപ്പോഴും ഈ നമ്മുടെ മലയാള സിനിമയിലുണ്ടെന്ന് താങ്കൾക്ക് തോന്നാറുണ്ടോ? അത് അവരുടെ കുഴപ്പമല്ല. നമ്മുടെ എന്താ, നമ്മുടെ ഹോർമോൺസും നമ്മുടെ ശരീരവും നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. ഇതിൽ ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് 10 കോടീശ്വരന്മാരായിട്ട് നിന്നിട്ടുള്ള ആൾക്കാർ, അതായത് നമ്മൾ പറഞ്ഞ ബിൽഗേറ്റ്സിനെയൊക്കെ പറയാൻ പറ്റുന്ന പേര് മറന്നു കേട്ടോ, ഇത്രയും തലപ്പത്തെത്തിയ ലക്ഷക്കണക്കിന് കോടിയുള്ള ആൾക്കാർ ഏറ്റവും അവസാനം ഭയങ്കര ദരിദ്രരാകുകയും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുകയും ഡിപ്രഷനിലേക്ക് പോവുകയും ഒക്കെ ചെയ്ത് വലിയ പരാജയങ്ങൾ മുന്നിൽ കണ്ട് മരിച്ചിട്ടുണ്ട്. അതായത് ഒരു കാലഘട്ടത്തിൽ ഇവരുടെ തീരുമാനങ്ങളെല്ലാം ശരിയായിരുന്നു. പക്ഷേ അത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ ശാപവും. ഒരിക്കൽ തൻ്റെ തീരുമാനങ്ങൾ സക്സസ് ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തീരുമാനങ്ങൾ ഒരിക്കൽ പിഴച്ചു തുടങ്ങും. പക്ഷേ ഇവരുടെ ഈഗോ ഇതിനെ അനുവദിക്കത്തില്ല. തൻ്റെ തീരുമാനം തന്നെയാണ് ശരിയെന്ന് ചിന്തിച്ച് വീണ്ടും വീണ്ടും ആൾക്കാരുടെ മുന്നിൽ അത് ശരിയാക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. വീണ്ടും വീണ്ടും കുഴിയിൽ നിന്ന് പടുകുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഈ പന്തയത്തിൽ പരാജയപ്പെടുന്ന ഇങ്ങനെയാണ്. അപ്പം ഇത് ഈ ക്രിയേറ്റേഴ്സിൻ്റെ ഇടയിലും ഭയങ്കരമാണ്. അതായത് ഇപ്പം അതിൻ്റെ വേറൊരു സാധനം കൊണ്ടുവരാനാണ് സത്യത്തിൽ വർഷങ്ങൾക്ക് ശേഷം സിനിമയിലൂടെ വിനീത് ശ്രീനിവാസൻ ഒന്ന് ശ്രമിച്ചത്. പഴയ ആൾക്കാർ തീർച്ചയായിട്ടും ഞാൻ എന്നും ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നത് പഴയ ആൾക്കാരെ അതിഭീകരമായി റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇന്ന് ഈ കാലഘട്ടത്തിന് പറ്റിയ പരിപാടി അല്ല അവരുടെ മനസ്സിലുള്ളത്. അവരത് തിരിച്ചറിഞ്ഞിട്ട് മാറിപ്പോവുക എന്നതാണ് അവരുടെ ഏറ്റവും ബുദ്ധി. ഈ കാലഘട്ടത്തിൽ ചിലപ്പം അവരുടെ ക്വാളിറ്റി ഒന്നും വേണ്ട, അവരുടെ കഴിവ് വേണ്ട, അവരുടെ 10-1 കഴിവുള്ള ഏതെങ്കിലും ഒരുത്തൻ ഇന്നുണ്ടോ? നമ്മളീ പറയുന്ന KG ജോർജിൻ്റെയോ പത്മരാജൻ്റെയോ എന്തിനു പറയുന്നു, പൊട്ടിപ്പോയ അന്ന് പടമെടുത്ത് പൊട്ടിപ്പോയിട്ടുള്ള ഒരു സംവിധായകൻ്റെ ഇപ്പം മറ്റേ എന്താണെന്ന് പറഞ്ഞത്, മറന്നു നീ നിലാവിൽ എന്ന പാട്ടുള്ള പരാജയപ്പെട്ട പടമാണ്. അതിൽ ഗായകൻ ഒരു പാട്ടുകാരനാണ്. അയാളെ മനോഹരമായ പാട്ട് പാടുന്ന ഒരാളായിട്ട് അയാളുടെ പാട്ടിലൂടെയാണല്ലോ നമ്മൾ ആ കഥാപാത്രത്തെ ഇഷ്ടപ്പെടുന്നത്. അത് കേട്ടിട്ടാണല്ലോ റാഫേലെ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പനും വരുന്നത് ഇറച്ചിവെട്ടുകാരൻ്റെ മനസ്സലിയുന്നതും. എത്ര മനോഹരമായ പാട്ടുകളാണ്. അതേപോലത്തെ ഒരു സാധനം വർഷങ്ങൾക്ക് ശേഷത്തിൽ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ
അതൊരു ദുരന്തമായി നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ആ പാട്ട് എത്തുന്നതേയില്ല. ആ കഥയുടെ ഒരു കാമ്പെന്ന് പറയുന്നത് ആ പാട്ടായിരിക്കണമല്ലോ. കാരണം അതിലൂടെയാണ് അങ്ങനൊരു വലിയ മ്യൂസിഷ്യൻ അതിനകത്ത് ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നത്. പക്ഷെ ആ ഒരു പാട്ട് ഒരു രീതിയിലും പ്രേക്ഷകനെ ഇതുപോലെ പിടിച്ചുലയ്ക്കുന്നൊരു പാട്ടല്ല. പക്ഷേ പരാജയപ്പെട്ടു പോയ സിനിമകളിൽ പോലും, ഞാൻ പറഞ്ഞത് പരാജയപ്പെട്ടു പോയ സിനിമകളിൽ പോലും, ഇപ്പം പ്രേം പൂജാരി എന്ന് പറയുന്ന പടം, ഈ സംഗീതത്തെ ബേസ് ചെയ്ത് ജസ്റ്റ് പറയാം. പ്രേം പൂജാരിയിൽ എന്താ അദ്ദേഹം ചാക്കോച്ചൻ്റെ കഥാപാത്രം അപ്രതീക്ഷിതമായി പാട്ട് പാടിയിട്ടാണല്ലോ തിലകൻ അട്രാക്റ്റഡ് ആകുന്നതും അയാളെ കൊണ്ട് പാട്ട് പാടിച്ച് അയാളെ നല്ലൊരു മ്യൂസീഷ്യനാക്കി കൊണ്ടുവരുന്നതും. അപ്പോൾ അത് തിയേറ്ററിൽ പരാജയപ്പെട്ട പടമാണ്. ആ സിനിമകളിൽ പോലും ഉണ്ടായിട്ടുള്ള ക്വാളിറ്റികൾ പോലും ഇവിടെ 50-60 കോടി കിട്ടിയ പടങ്ങളിലില്ല.